എടാ മാറി നമുക്ക് ഇതാ കളി കളിച്ചാലേ. ഇത് സ്റ്റാർട്ട് ചെയ്യാവേ. കയറിക്കോ, കയറിയോ? നോക്ക്. സോ നമ്മളങ്ങനെ അവസാനം ഗെയിമിലേക്ക് പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഗെയിം. സോ ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ മാഡിയാണുള്ളത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല ലോഡിങ്ങിലാണ് നിൽക്കുന്നത്. സോ മാഡിയും കൂടെ വരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഗൈസ്, വി ആർ ഗോയിങ് ടു ബിഗിൻ അല്ലേ? അപ്പോൾ നമ്മൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ സ്കൂൾ ഇയർ. അതായത് നമ്മൾ സ്കൂൾ ഇയർ അവസാനിക്കുന്ന സമയമാണ്. ദ വെദർ വാം ആൻഡ് ഐ ഓൺലി ഹാവ് വൺ എക്സാം. ഒരു പരീക്ഷ മാത്രം ബാക്കിയുണ്ട്. പരീക്ഷ നല്ല കാമായിട്ട് പോകുന്നു. നമ്മളെ വീട്ടിലെ പേരൻസ് നേരത്തെ കല്യാണത്തിന് പോയി. നമ്മളെ ഒറ്റയ്ക്ക് കയറിയിട്ടാണ് പോയത്. സോ അവിടെ മുതലാണ് നമ്മളെ ടൈറ്റിലിട്ടാണ് ഗെയിം ആരംഭിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എടാ നീ എവിടാ മാരിക്ക്? ഓക്കെ നമ്മൾ മാഡിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല റൂമില്ലേ? സോ ഇതാണ് നമ്മളുടെ വീട്. അതിൻ്റെ അവിടെ ഒരു അയൽക്കാരെ വീട് കാണാം. കട്ടിലുണ്ട്. ഫ്ലാഷ് ലൈറ്റ് എടുക്കാൻ കൂടാ. ഓക്കെ, ഇത് ബാത്റൂം. ഓടാ ഇതും ഓക്കെ. ഇവൻ കക്കൂസ് ചെയ്യുന്ന ഞാനും കക്കൂസിലായിട്ട്. അവൻ തന്നെ പറയുന്നത് ഐ ഓൾവേസ് ലവ് മെക്സിക്കൻ ഫുഡ്. ബട്ട് ഐ ഹേറ്റ്. നമ്മൾ മെക്സിക്കൻ ഫുഡ് കഴിച്ചതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ കണ്ടത്. സോ ഇത് നീ ഇറങ്ങാറായില്ലടാ. ഇവൻ്റെ ഇതാണ്. ഇത് കണ്ടടാ, റിഫ്ലക്ഷൻ കണ്ടടാ, കിട്ടുന്നതാണ് കേസ്. നമുക്കിതങ്ങ് ഫ്രഷൊന്നും കഴിക്കണ്ട. നമുക്ക് പുറത്തോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ? വാ മാഡി വാ. കണ്ണാടികൾ ഇട്ടാണ്. സോ പുറത്തോട്ടോ. ഇതിനകത്തിൻ്റെ പറയണ്ട എപ്പോഴും അല്ല അങ്ങനല്ല, നിനക്ക് ഹാബിറ്റ് ഉണ്ടെന്നാ പറയുന്നത്. നീ വാ, നീ എപ്പോഴും ഫ്ലഷ് അടിക്കാൻ മറന്നു പോകുന്ന ഹാബിറ്റ് ഉണ്ടെന്നാ പറയുന്നത്. എടാ ഈ സാധനം പോ കഥ അങ്ങനെ അടച്ചേക്കണേ. ഓക്കെ വാ. ഓ നമുക്കൊരു മെസ്സേജ് വന്നല്ലോ, വായിച്ചു നോക്കട്ടെ. നിങ്ങളും വായിച്ചു നോക്കണേ. മോം ഇതാരാ ഇത് കൺഫ്യൂഷൻ. അവർ ഇപ്പുറത്ത് നമ്മളെ മോം കല്യാണത്തിന് പോയതാണ് പറയുന്നത്. ഇപ്പുറത്ത് നോക്കാം. യു ഹാവ് എനി ഓഫ് ദോസ് മേക്കപ്പ് ബ്രഷ് ബ്രോ. സോ ഗൈസ്, അവൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗെയിം കളിക്കാൻ വിളിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് നാളെ പരീക്ഷയാണ്. സോ അവൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ മോം 12 മണിയാവും എന്നാണ് പറയുന്നത്. അതുവരെ നമ്മളിവിടെ ഒറ്റയ്ക്ക് താമസിക്കണില്ലേ? ഇങ്ങോട്ട് പറയാം. അടുത്ത മെസ്സേജ്. ഇവൻ ശല്യ. ഏതോ ബ്ലൂ ലാവാ ലാമ്പിൻ്റെ അവിടെ ഇരിക്കുന്ന ബ്രഷാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവൻ എവിടെ ഇരിക്കുമെന്ന് നമുക്കൊരു പിടിയില്ല കേട്ടോ. ഓക്കെ, ഇവിടെ നേരം വിളിക്കുന്നത്. പെട്ടെന്ന് താഴോട്ട് പോകാം. ഞാൻ ആരെയും കണ്ട നമ്മളെ വീടിന് വിട്ടത് ഈ സമയത്തൊക്കെ. പെട്ടെന്ന് നമുക്ക് ആരാന്ന് പോണതിന് പറയണം. സോ പോണവൻ അവൻ വാനുണ്ട്, അടുത്തൊരു വാൻ നിൽക്കുന്നു. ഫസ്റ്റ് ജയകടിന് ഏതോ മോനെ കാരണം ബ്രഷ് എടുത്താലേ നമുക്ക് പുറത്തോട്ട് പോകത്തുള്ളൂ. റെഡിയായോ മാഡി? ബ്രഷ് കണ്ടുപിടി. സോ നമ്മൾ ബ്രഷ് കണ്ടുപിടിച്ചിട്ട് കേട്ടോ. ഇതാണ് ബ്ലൂ ലാവ ലാമ്പ്. സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, മാരി വാടാ. സോറി മാഡി വാടാ, പെയിൻറ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത മെസ്സേജ് ഇവൻ. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച്. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ച്. ഓക്കെ, നമ്മളെ കൂട്ടുകാരൻ പറയുകയാണ് ആ ബ്രഷ് ഒന്ന് തരാൻ വിളിച്ചതാണ്, ചോദിച്ച് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നീ ഇപ്പോൾ വാ,
എന്നാണ് പറഞ്ഞത് കേട്ടോ. അവൻ വരുന്നവരെ നമ്മളിനി കാത്തിരിക്കണം ഇല്ലേ? ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടോ? പുട്ട് ഡൗൺ. ഇതെവിടെ വെക്കേണ്ടത്? ആ മെസ്സേജ് എടുത്ത് നോക്കട്ടെ എവിടെ വെക്കേണ്ടതെന്ന്. നമ്മൾ ഇവിടെയാണ് വെക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ വെക്കാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. മോമിൻ്റെ മെസ്സേജോ? ഓ, നമ്മൾ ട്രാഷ് എടുത്ത് കളയണമെന്നാണ് പറയുന്നത്. എവിടെ ട്രാഷ് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകണ്ടേ? നീ വയ്ക്കോടാ ട്രാഷ്. നമുക്ക് ട്രാഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കട്ടെ. സോ നമ്മൾ ട്രാഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മാഡി അല്ലേ? ഇനി ഇത് കൊണ്ട് വയ്ക്കണം. എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണം ഈ ട്രാഷ് ഇടുന്ന എവിടെയാണ്. ഞാൻ ഒരു വീഡിയോ നമുക്ക് ഇവിടുന്ന് മിസ്സായി. നെഞ്ചൊന്ന് കുറച്ച് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പൊണ്ണനായിരുന്നു പിസ്സ ഡെലിവറി ചെയ്യാൻ വന്ന നെഞ്ചൊന്ന് ഇടിച്ച് ആ സ്ക്രീൻ കിട്ടിയില്ല. നല്ല പേടിച്ചു പോയി. ഈ സമയം നമ്മൾ പിസ്സ ഓർഡർ ചെയ്തില്ലേ പറഞ്ഞ കണക്ക്. കള്ള നമ്മൾ റോങ് അഡ്രസ്സിലോട്ടായി. വേറെ എവിടെ കൊണ്ട് വിടറ? ഇനി നമ്മൾ ഓർഡർ ചെയ്തല്ലേ? ഓർഡർ ചെയ്തോ? ഇല്ലല്ലേ? എൻ്റെ കയ്യിരിക്കുന്ന ആദ്യം ഇതെഴുതു പോളാം. ഇതെന്തോ അവൻ്റെ നേരെ പിടിച്ചേക്കുന്നു. നമുക്ക് കഥ തുടങ്ങാം. തിരിച്ചു വരുവാ. പോടാ എന്താ പോവാത്ത? ദിസ് ഈസ് 63 പാന്തം സ്ട്രീറ്റ് റൈറ്റ്. ഓ അതെ, നമ്മളിത് തന്നെയാണ് സ്ഥലം. വെൽ ദെൻ അങ്ങനെയാണെങ്കിൽ പറയൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിസ്സ എടുത്തോളാനാണ്. പെപ്പറോണി പിസ്സ തരാമെന്ന്. അതെന്തിനാ? നമുക്ക് ഫ്രീ ആയിട്ട് തരുമോ ബ്രോ? ഫ്രീ ആയിട്ട് തരുമോ ബ്രോ? ഫ്രീ ആയിട്ടാണോ ആദ്യം? ആ ടേക്കിനെ എടുക്കണേ നിൻ്റെ എന്തായാലും ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് തന്നില്ലേ? അവിടെ എടുത്തിട്ടുണ്ട്. അതവിടെ ഇട്ടാൽ പോരെ. അതാണ് ഇമ്പോർട്ടൻറ്റ്. കയറി അവിടെ കളയാൻ ഓപ്ഷൻ ഉണ്ടോ ഇതില്ലേ? അതുകൊണ്ട് അവിടെ ഉണ്ടോ ട്രാഷ് ക്യാൻ? ആദ്യം നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. കയറി പിന്നെ എവിടെ കിച്ചൺ? എവിടെ? ഇതല്ലേ? ഇത് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിസ്സ. അവിടെ ചൂടാവട്ടെ. നല്ല അടിപൊളി കിച്ചൺ കേട്ടോ. ഇനി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് വരാം. അത് പിസ്സ അവിടെ ചൂടാവട്ടെ. വാ, ഇതൊക്കെ എന്തൊക്കെ ചെയ്യാവുന്നുള്ളൂ. ഞാൻ കഥ പറഞ്ഞു തരാം. അങ്ങോട്ടൊന്ന് കൊണ്ടുവച്ചാൽ മതി. മറ്റേ സൂക്ഷിച്ചൊക്കെ പോണേ. രാത്രിയാണ്. സൂക്ഷിക്കാൻ കണ്ട പുറത്തിറങ്ങാവോ? നോക്കട്ടെ. നമ്മൾ കാണുന്നിടങ്ങുന്നില്ല. നമ്മൾ റിച്ചാണ് കേട്ടോ. അതാ ഈ രാത്രി കണ്ടിട്ട് അങ്ങോട്ടൊരു സുഖം തോന്നുന്നില്ലേ? അങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ബാക്ക് വെച്ചിട്ടാണ് കയറിയത്. നമ്മളവിടെ ചൂടാക്കാൻ പിസ്സ വെച്ചായിരുന്നേ. ചൂടാകണം. നമുക്ക് ഈ വെറുതെ കണ്ടാൽ പോലെ TV കണ്ടുകൊണ്ട് തന്നെ അഴിക്കണമെന്ന് പറയുന്നത്. അത് നല്ലൊരു കാര്യം കേട്ടോ. റിയൽ ലൈഫ് കണക്ട് ചെയ്യുന്ന സംഭവം. ഞാൻ ഓണാക്കാം. നീ കഴിക്കാൻ റെഡി ആയിക്കോ. ഓക്കെ. ഓ കാണു. ഇതേതാ കൊച്ചി TV ആണോ? എടാ നീ ഇവിടെ പോകണ്ടോ? വേണോ? ശരി. കഥ അടയ്ക്കാന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കാണില്ല. ഓർഡർ ടുഡേ. എന്താണ് രസമുണ്ട്. പിസ്സ കഴിച്ചുകൊണ്ട് കാണാം. ഓക്കെ, കിട്ടില്ല. ഫൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മളിരുന്ന് ഓരോന്നും പീസ് എടുത്ത് കഴിക്കണം. സംഭവം നമ്മളെ പഴയ ഇതൊക്കെ വരുന്നുണ്ട്. സംഭവേ ഇല്ല
ഇല്ല ഞാൻ തോന്നി, ഞാൻ പിസ നോണ്ടിരുന്നത് പിന്നെ എങ്ങനെ കാണും. മെസ്സേജ് വന്നടാ. അത് നമ്മൾ ചെയ്തിട്ട് ആരാ മെസ്സേജ് എടാ? ഓ ആഹാ, നമ്മളെ ഫ്രണ്ടിന് വരാൻ പറ്റില്ല, ആ സ്കൂളിൽ തരാമോ? ആ നമ്മൾ നോക്കാം. ഓ നമ്മളങ്ങനെ അവസാനത്തെ പീസ് ഓഫ് സ്ലൈസ് കഴിച്ച് ചെയ്യുന്നുണ്ട്. പുറത്തെന്തോ വെട്ടം വന്ന് അണയുന്നതാണ് തോന്നുന്നത്. എന്തോ ഒരു അൺകംഫോർട്ട് തോന്നും. നമുക്കെന്തായാലും ടി വിയിലോട്ട് ശ്രദ്ധിച്ചാൽ മതി. പുറത്തെ കാര്യം ഒന്നും ശ്രദ്ധിക്കേണ്ട. ഓക്കെ, നമുക്കെന്തായാലും പുറത്തോട്ടാകട്ടെ. അടുത്ത മെസ്സേജ് ചുമ്മാ മെസ്സേജ് വരും. ഈ സമയത്ത് വെള്ളം നനയ്ക്കണമെന്നറാ. ഇവർക്കൊക്കെ എന്താ വേണമെന്നാ? അല്ലല്ല, ഫ്രണ്ട് വശത്തോടായിരിക്കും. വെള്ളം നനച്ചിട്ട് ഇവിടെ സംഭവം നമ്മൾ വെള്ളം നനയ്ക്കണ്ടല്ലേ? വെള്ളം നനയ്ക്കാൻ വെള്ളം എടുക്കാൻ സാധനമൊന്നും വേണ്ടേ? നീ വെള്ളം എടുത്ത് ഇവിടെ ഒന്ന് കാത്തിക്കട്ടെ, ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ, പെട്ടെന്ന് എടുത്തോണ്ടാണ്. രാത്രിയൊക്കെ ഇവിടെ പുറത്തേക്ക് നല്ല വീട്, പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടൊരു അൺകംഫോർട്ടാണ്. നമ്മളവിടെ ഊനാലൊക്കെ ഉണ്ട്. ഇവിടെ എന്തെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഒരു മിനി ഹൗസ് തുറക്കാൻ പറ്റില്ല. സത്യം പറയാം, വീട് എല്ലായിടത്തും. നീ വെള്ളം ഒഴിച്ചിട്ട് വരും, ഞാൻ പോയി ടി വി കാണട്ടെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ കഷ്ടപ്പാടുന്നില്ല, അവൻ വൃത്തിയാക്കി കഴിഞ്ഞില്ലേ? അടുത്ത മെസ്സേജ് വന്ന് ഓക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓ, എക്സാമിനായിട്ട് പഠിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സാമിനായിട്ട് പഠിക്കുക. ഇനി കുറച്ചൊക്കെ പഠിക്കാം. ഇത്ര സമയം നശിപ്പിച്ച് രാത്രി എത്ര മണിയായെന്നറിയാം കൂറ്റല്ലേ? സോ നമുക്ക് എന്തായാലും ഇന്ന് പഠിക്കാൻ തുടങ്ങാം. വാടാ. അടച്ചിട്ടിരുന്നല്ലേ പറഞ്ഞാണത്? ഇത് അടച്ചിട്ടല്ലേ പോയത്? സംതിങ് വീട് ഓഫാകും. എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഒരുമാതിരി വരുന്നു. ടി വി ഓഫാക്കിയിട്ടൊരു സൗണ്ട് കേട്ടില്ലേ നിങ്ങൾ? എന്തോ സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതെ പറഞ്ഞാൽ എന്താ സംഭവം? നമുക്ക് വേണം, നമുക്ക് പഠിക്കാം. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് പോണതാ? ഈ ഡോർക്ക് എന്താ ഇങ്ങനെ കിടക്കുന്നത്? നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടാണല്ലോ വന്ന് കിടന്നത്. നമ്മൾ റൂമിലോട്ട് പോകും. ഇതെന്തോ ഒരുമാതിരി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് തോന്നിയോ? റൂമിൽ കയറി കഥ പറയാം. കയറി കഥ പഠിച്ചു തുടങ്ങാം. ഇവിടെ നിന്ന് പഠിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. സോ ഇവിടെയാണെന്ന് തോന്നില്ല. പഠിച്ചു തുടങ്ങാൻ നമുക്ക്. അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 2-3 മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം 12:42 ഗൈസ്. വാവ്. അങ്ങനെ നമ്മൾ കുറച്ച് മണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞ കണക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കാര്യങ്ങൾ ഇവിടെ നിന്നൊക്കെ എണീറ്റ് പോകാൻ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് മോമിൻ്റെ മെസ്സേജ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ടു ലേറ്റ്, ഡോണ്ട് സ്റ്റേ അപ്പ് ടു ലേറ്റ്. ഒരുപാട് നേരം നമ്മൾ എണീറ്റിരിക്കല്ലേ, ഉറങ്ങാനാണ് പറയുന്നത്. സ്ലീപ്പ് ഇഫ് യു വാണ്ട് ടു. അത് നമ്മളെ എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ താമസിച്ച് കിടക്കല്, ഉറങ്ങണമെന്നാണ് പറയുന്നത് കേട്ടോ. ഉറങ്ങാൻ എന്തായാലും കഥമൊക്കെ എടുത്തിട്ടല്ലേ വന്ന. അങ്ങനെ സമയം 1:34 പുലർച്ചെ. അങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് നല്ല ദാഹം. മാലിക ദാഹിക്കുന്നടാ. വെള്ളം എടുക്കുന്നു. അതെ, ഇവിടെ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ.
ഒളിച്ചിരിക്കാൻ സ്ഥലം കിട്ടിയില്ല. നീ ആദ്യം എടുക്കുന്നു. പിന്നെ ഒരു ഉപദേശം തരാം. കക്കൂസാണ് സോറി, ആ ഒരു ഉപദേശം തരാം. എപ്പോൾ ആണെങ്കിൽ ഓടാൻ തയ്യാറായിട്ട് വരണം. ഈ വരി നോക്കി വെച്ചു. നമ്മൾ നല്ല വോട്ടറിലേക്കാണ് പെട്ടെന്ന് ഒരു ഐഡിയ എന്നൊക്കെ പറയും. സിനിമ പോണ്ടാ തിരിച്ചു പോകാൻ പറഞ്ഞാ തിരിച്ചു പോടാ തിരിച്ചു പോടാ നോക്കട്ടെ മാറി 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 എവിടെ മാറി മാറി ആരോ നിൽക്കുന്നതാണ് സീരിയസ് ആണ് നല്ല സീരിയസ് ആണ് നമുക്ക് അറിഞ്ഞൂടാതെ എനിക്ക് തിരിച്ചു പോകാം ഞാൻ പോയി നോക്കണം സാധാ മനുഷ്യനാണ് നിങ്ങളെന്നെ ബാക്ക് ഡോർ ഇവിടെ എന്താ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. മുഖം കണ്ടിട്ട് തോന്നുന്നില്ല. ഡോർ ഉറക്കല്ലേ? അതന്നെ എനിക്ക് തോന്നുന്നില്ല സേഫാണ്. അവനെ അകത്തോട്ട് കയറ്റി വിടാം. ഇവിടെ ആര് തന്ത ചെയ്യുന്നതാണ് ഇവിടെ അകത്തോട്ട് കയറാൻ നിൽക്കുന്നത്. അയാൾ ഫ്രണ്ടാണ്. എനിക്കറിഞ്ഞൂടാത്ത ഫ്രണ്ട് ചെയ്തിട്ടാണ് നമ്മളെ ബ്ലാക്ക് മെയിൽ. ആ പിസയൊക്കെ നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ട്. ആ നമുക്ക് വേണ്ടി ഇയാളാ വാങ്ങിച്ചത് പിസ. എന്നാലും നീ ഫ്രണ്ടാകുമോ? എല്ലാം കൊള്ളാം. നീ പോകും നിങ്ങൾ ഇവിടുന്ന്. ആ നീ ഫേക്ക് ഫ്രണ്ടാ. ആ ഫേക്ക് സോറി. അവനെ പിടിച്ചോണ്ട് പോയി. എന്നെ പേടി ഒറ്റയ്ക്കുള്ള അവനെ കൊണ്ടുപോയി. പയ്യെ ഇവിടെ കിടന്ന് കറങ്ങുന്ന അവൻ ചെറുതായിട്ടൊന്ന് താമസിച്ചു. ഇവിടെ അവൻ ഇവിടെ തന്നെ കറങ്ങുന്നുണ്ട്. മോൻ കോൾ റൈറ്റിന് പെട്ടെന്ന് വിളിക്കാനാണെന്നാണ് എന്ത് മോളെ വീട്ടിൽ ഒരുത്തനുണ്ട്. അവൻ പോയെന്ന് തോന്നുന്നു. എന്തായാലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് പോകണ എനിക്ക് പേടിയാണ്. തിരിച്ചു വരാം. പുറത്തോട്ടാണ്
അല്ല തിരിച്ചു കക്കു ഫൈനലി ഓക്കെ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് പുറത്തിറങ്ങി ഓടണമെന്ന് തോന്നുന്നത്. നമ്മൾ പുറത്തിറങ്ങി ഞാൻ ഓടേണ്ടത് എത്തി. ശരി ഗൈസ്, ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.